കോൺഗ്രസ് തനിക്ക് നിരവധി തവണ സീറ്റ് ഓഫർ ചെയ്തിട്ടുണ്ടെന്ന് കെഎസ്ആർടിസി മുൻ എംഡിയും മുൻ മന്ത്രി തച്ചടി പ്രഭാകരന്റെ മകനുമായ ബിജു പ്രഭാകർ. സീറ്റ് ഓഫറുകൾ താൻ നിരസിച്ചിരുന്നു. ഈ തെരഞ്ഞെടുപ്പിൽ നിന്നിരുന്നെങ്കിൽ കഷ്ടകാലത്തിന് എക്സൈസ് മന്ത്രിയായെന്നും റോട്ടറി ക്ലബ്ബുമായി ബന്ധപ്പെട്ട ചടങ്ങിൽ അദ്ദേഹം പറഞ്ഞു. കോൺഗ്രസ് പാർട്ടി പലവട്ടം തനിക്ക് സീറ്റ് ഓഫർ ചെയ്തിട്ടും താൻ നിഷേധിക്കുകയായിരുന്നുവെന്ന് മുൻ കെഎസ്ആർടിസി എംഡിയും കോൺഗ്രസ് നേതാവും മുൻ മന്ത്രിയുമായ തച്ചടി പ്രഭാകരന്റെ മകനുമായ ബിജു പ്രഭാകർ പറഞ്ഞു. ഞാൻ ചെറുപ്പകാലം മുതലേ കോൺഗ്രസ്സുകാരെയാണ് കാണുന്നത്. വിവേകിന്റെ അച്ഛൻ ഉൾപ്പെടെയുള്ള ഒത്തിരി കോൺഗ്രസ്സുകാരെ ഞാൻ കാണാറുണ്ട്. അതിനേക്കാളും മാത്രമല്ല, ഞാൻ പലപ്പോഴും പറയാറുള്ളത് പോലെ എന്തായാലും കോൺഗ്രസ് പാർട്ടിക്കാർ 51 വെട്ടുവെട്ടുന്നവരൊന്നും അല്ല. അപ്പം അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു താല്പര്യമുണ്ട്. പക്ഷെ ഞാൻ ഇന്നുവരെ കോൺഗ്രസ് ചേരണമെന്നോ അല്ലെന്നുണ്ടെങ്കിൽ അതിനുവേണ്ടി കാര്യമായിട്ട് പ്രവർത്തിക്കണമെന്നോ എനിക്ക് തോന്നിയിട്ടില്ല. ഞാനിപ്പോൾ ഏറ്റവും അവസാനമായിട്ട് കായംകുളത്ത് വന്നത് ശ്രീ ലിജുവിൻ്റെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനായിട്ട് ഏതാണ്ട് 8 ദിവസത്തോളം ക്യാമ്പയിൻ ചെയ്തു ഇവിടെ. അതുകൊണ്ടാണ് ലിജു വിജയിച്ചതെന്നൊന്നും ഞാൻ പറയുന്നില്ല. എന്തായാലും കോൺഗ്രസ് പാർട്ടി കുറച്ച് കാലമായിട്ട് എനിക്ക് സീറ്റ് ഓഫർ ചെയ്യുന്നുണ്ടായിരുന്നു. ഞാൻ ഇപ്രാവശ്യം ഒഴിഞ്ഞു. ഏതെങ്കിലും കാരണവശാൽ ഞാൻ കായംകുളത്ത് നിന്ന് പോയിരുന്നെങ്കിൽ എൻ്റെ കഷ്ടകാലത്തിന് ഞാൻ എക്സൈസ് മന്ത്രിയായിപ്പോയത്. കാരണം മദ്യത്തിൻ്റെ വീര്യം കുറയ്ക്കാമെന്ന് പറയുമ്പോൾ കുറയ്ക്കുന്നത് നമുക്ക് ഏറ്റവും കൂടിയ 42 ഡിഗ്രിയുടെ സാധനം കൊടുക്കണമെന്ന് പറയുന്ന ഊളന്മാരുള്ള സംസ്ഥാനമാണിത്. പറയാതിരിക്കാൻ നിവൃത്തിയില്ല. ഏതെങ്കിലും കേട്ടിട്ടുണ്ടോ? ഏതെങ്കിലും രാജ്യത്ത് കേട്ടിട്ടുണ്ടോ? വിദേശങ്ങളിലെല്ലാം ആളുകൾ വൈനും അതുപോലുള്ള ലഘുവായിട്ടുള്ള ആൽക്കഹോൾസും കഴിക്കുന്ന സമയത്ത് വീര്യം കൂടിയ സാധനം അടിച്ച് ആളുകളുടെ കരള് പോകണമെന്ന് പറയുന്ന അല്ലെങ്കിൽ അതിനെ എതിർക്കുന്ന. അപ്പോൾ എക്സൈസ് മന്ത്രിയായിട്ടുള്ള ലിജുവിൻ്റെ ജോലി എന്തുമാത്രം കട്ടിയുള്ളതാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. ഏറ്റവും നല്ല ഒരു ബജറ്റാണ് ശ്രീ വി.ഡി. സതീശൻ അവതരിപ്പിച്ചത്. പക്ഷേ അതിനകത്ത് എനിക്ക് നിരാശയുള്ള 2 കാര്യങ്ങളെന്ന് പറയുന്നത്, ഈ പേപ്പട്ടി റോഡിലൊക്കെ നടക്കുന്ന പേപ്പട്ടിയെ പറ്റി അതിനകത്തൊന്നും പറയുന്നില്ല. നോബഡി ഈസ് ബോതേഡ് അല്ലേ കൗൺസിലറെ? നോബഡി ഈസ് ബോതേഡ്. എല്ലാവർക്കും പേടിയാണ് പട്ടിയെ കൊല്ലാനായിട്ട്. ഇത് മരുന്ന് ലോബിയാണെന്ന് ആദ്യമായിട്ട് വിളിച്ചു പറഞ്ഞ വ്യക്തിയാണ് ഞാൻ. ഇന്ന് സുപ്രീം കോടതി വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്, ഏതെങ്കിലും പട്ടിപ്രേമി ഇതിനെതിരായിട്ട് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അവരെ പിടിച്ച് ജയിലിലിടുമെന്ന് വരെ സുപ്രീം കോടതി ഭീഷണിയായിട്ട് പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് ഇപ്പോഴും റോഡ് മുഴുവൻ പട്ടിയാണ്. അതേസമയം കാട്ടിൽ നിന്ന് ഇറങ്ങി വരുന്ന കാട്ടുപന്നി തൊട്ട് കടുവയെ വരെ വെടിവെക്കുന്നതിന് യാതൊരു കുഴപ്പമില്ല. കോൺഗ്രസ് പാർട്ടിയിൽ ചേരണമെന്നോ പ്രവർത്തിക്കണമെന്നോ ഇതുവരെ തോന്നിയിട്ടില്ലെന്നും കായംകുളത്ത് റോട്ടറി ക്ലബിന്റെ സ്ഥാനാരോഹണ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ബിജു പ്രഭാകർ പറഞ്ഞു. 51 വെട്ടുവെട്ടുന്ന പാർട്ടിയൊന്നുമല്ല കോൺഗ്രസുകാർ. കോൺഗ്രസ് പാർട്ടി കുറെ കാലമായി സീറ്റ് ഓഫർ ചെയ്യുന്നുണ്ട്. ഇപ്രാവശ്യവും താൻ ഒഴിഞ്ഞു മാറുകയായിരുന്നു. കായംകുളത്ത് നിന്നിരുന്നെങ്കിൽ കഷ്ടകാലത്തിന് എക്സൈസ് മന്ത്രി ആയേനെയുമെന്നും ബിജു പ്രഭാകർ പറഞ്ഞു. എക്സൈസ് മന്ത്രിയുടെ ജോലി വളരെ കഷ്ടപ്പാട് നിറഞ്ഞതാണ്. വി.ഡി. സതീശന്റെ ബജറ്റിൽ മികച്ച നിർദ്ദേശങ്ങളും മറ്റുമുണ്ടായിരുന്നുവെങ്കിലും തെരുവ് നായയെക്കുറിച്ച് ഒന്നും പറഞ്ഞിട്ടില്ല. സുപ്രീം കോടതി ഇടപെട്ടിട്ടും റോഡ് നിറയെ തെരുവ് നായകളാണ് ഇപ്പോഴും. അതേസമയം കാടിറങ്ങി വരുന്ന കാട്ടുപന്നിയെയും മറ്റും വെടിവെക്കാനുള്ള നടപടിയുമുണ്ട്. ബിജു പ്രഭാകർ പറഞ്ഞു. CDNet ന്യൂസ്, കായംകുളം.